ഇന്ന് നേരം പുലർന്നത് തന്നെ ഒരു ദുരന്ത വാർത്തയോടുകൂടിയാണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ആകാശപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന NH-66 അരൂർ തുറവൂർ ദേശീയപാത ഇന്ന് യാത്രക്കാർക്ക് ഒരു പേടി സ്വപ്നമാണ്. 12.75 കിലോമീറ്റർ ദൂരത്തിൽ 1668.50 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 6 വരി എലവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ റോഡിന്റെ ശോചാവസ്ഥയും സുരക്ഷാ വീഴ്ചകളും കാരണം ഈ പാതയിൽ ഇതുവരെ 40-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. അപകടങ്ങൾ ഇങ്ങനെ തുടക്കത്തെയാകുമ്പോഴും എന്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ചുമതല കരാറുകാർക്ക് നൽകി ദേശീയപാത അധികൃതരും സർക്കാരും നോക്കി നിൽക്കുന്നത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. നമ്മൾ പരിശോധിക്കുന്നു വിശദമായി മരണപ്പാതയോ. ഇന്ന് സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും തുടങ്ങാൻ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നോക്കുമ്പോൾ. ഇന്ന് പുലർച്ചെ കൃത്യം 2:30 ഒരു പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ വീണ് അപകടമുണ്ടാവുകയായിരുന്നു. ഈ അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ മരണപ്പെട്ട വാർത്തയും നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ്. ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശിയായ രാജേഷിനാണ് ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ചന്തിരൂരിൽ പുലർച്ചെ 2:30 ഈ അപകടമുണ്ടായത്. 2 ഗർഡറുകളാണ് വീണത്. പിക്കപ്പ് വാൻ ഗർഡറിനടിയിലാണ്. മുട്ട കൊണ്ടുപോകുന്ന ഒരു പിക്കപ്പ് വാൻ ആയിരുന്നു ഇത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാത് ഘട്ടത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ഇന്ന് ആലപ്പുഴ തുറവൂരുണ്ടായത്. നേരത്തെ ബഹുമാന്യനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ഘട്ടത്തിൽ തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് സമയത്ത് അറിയിക്കാറുണ്ട്. ഇത് സംഭവിച്ച ഉടനെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണോ വീഴ്ച അത് പരിശോധിക്കണം, മേലിൽ ആവർത്തിക്കാത്ത നിലയിൽ ഇടപെടേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഒരു ഗർഡർ പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായുമാണ് ഇവിടെ പതിച്ചത്. ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. 80 ടൺ ഭാരമുള്ള ഗർഡറാണ് നിലം പതിച്ചത്. ഇതിന് മുൻപും സമാനമായ അപകടങ്ങൾ ഈ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപകടം ഉണ്ടായാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു ക്രമീകരണം പോലും ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണ ലോഞ്ചിങ് ഗാൻഡ്രിയുടെ സഹായത്തോടെയാണ് കോൺക്രീറ്റ് ഗർഡറുകളൊക്കെ സ്ഥാപിക്കുക. എന്നാൽ ഇവിടെ ടോൾ പ്ലാസയുടെ ഈ ക്രെയിനുകൾ ഉപയോഗിച്ച് 32 മീറ്റർ നീളവും 80 ടൺ ഭാരവുമുള്ള കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുകയാണ്. ഇത് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഇവ സ്ഥാപിക്കുന്നത്. വീഴ്ചകളും തുടർച്ചയായ അപകടങ്ങളും നമ്മൾ പരിശോധിച്ചാൽ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടയിൽ ഗർഡറുകൾ വീണുണ്ടാകുന്ന 4ാമത്തെ അപകടമാണ് ഇന്ന് പുലർച്ചെ നമ്മൾ കേട്ടത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ 50 ടൺ ഭാരമുള്ള ഒരു സ്കൈ ബീം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു ഭീമൻ ഇരുമ്പ് പാളിയാണ് സ്കൈ ബീം എന്ന് പറയുന്നത്. ഈ സ്കൈ ബീം ക്രെയിനിൽ നിന്നും റോഡിലേക്ക് വീണ് ഒരു പുള്ളർ ലോറി അത് രണ്ടായിട്ട് പോകുകയായിരുന്നു. രണ്ടായിട്ടത് ചിന്നിച്ചിതറിപ്പോയ കാര്യവും വന്നു. പക്ഷെ അന്ന് ഭാഗ്യത്തിന് മറ്റാർക്കും പരിക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ നിർമ്മാണ സാമഗ്രികളായ കോൺക്രീറ്റ് കട്ടകളും വെൽഡിംഗ് തീപ്പൊരികളും വാഹനങ്ങളുടെയും കാൽനട യാത്രക്കാരുടെയും ദേഹത്ത് വീണതും നിത്യസംഭവമാണ്. മാസങ്ങൾക്ക് മുൻപ് ഗർഡറുമായി വന്ന ട്രെയിലർ ലോറി കുഴിയിൽ വീണ് മറിഞ്ഞ് ഒരു അപകടം ഇവിടെ ഉണ്ടായി. വലിയ ഗർഡറുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് പണി നിർത്തണമെന്നൊരു നിർദ്ദേശം അത് പലപ്പോഴും അവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഗതാഗത നിയന്ത്രണത്തിന് അവിടെ ആവശ്യത്തിന് പോലീസുകാരോ ജീവനക്കാരോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതുമുണ്ട്. അതുപോലെ ആംബുലൻസുകൾ പോലും മണിക്കൂറുകളാണ് ബ്ലോക്കിൽ പെട്ടുപോകുന്നത്. ഗതാഗത കുരുക്കിൽപ്പെട്ട് ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയുടെ ജീവൻ വരെ നഷ്ടമായ സംഭവം ഈ ദേശീയപാത നിർമ്മാണ കാലയളവിൽ നമ്മൾ കേട്ടതാണ്. പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ. 12.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള എലവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുമ്പോൾ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ യാതൊരു ബദൽ സംവിധാനങ്ങളും ഒരുക്കാതെയാണ് ഈ പണി മുന്നോട്ട് പോകുന്നത്. 2023 ഫെബ്രുവരി മാസത്തിൽ അരൂർ തുറവൂർ ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. ഈ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം ഇതിനോടകം 40-ലധികം ആളുകളാണ് വിവിധ അപകടങ്ങളിലായി ഈ മേഖലയിൽ മരണപ്പെട്ടത്. ഇതിൽ 39 പേർ ഈ മേഖലയിൽ വാഹനാപകടങ്ങളിൽ മരണപ്പെട്ടു. ഇതിലേറെയും ഇരുചക്ര വാഹന യാത്രികരും സ്ത്രീകളുമാണ്. കൂടാതെ തൊഴിലാളികളായ 3 പേരും ഇക്കാലയളവിൽ മരണപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അശോക് ബിൽക്കോൺ കമ്പനിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനത്തിന് ഉള്ള ചിലവ് 1668.50 കോടി
കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ആകെ തുക. അരൂർ മുതൽ തുറവൂർ വരെ 12.75 കിലോമീറ്റർ ദൂരത്തിലാണ് 6 വരി പാതയുടെ നിർമ്മാണം നടക്കുന്നത്. ഈ ഉയരപ്പാതയുടെ നിർമ്മാണം നിലവിൽ 75% പൂർത്തിയായിട്ടുണ്ട്. 2026 ഫെബ്രുവരി മാസത്തോടെ ഈ കരാർ പ്രകാരം കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ നാടിനെ നടുക്കി വീണ്ടും ഒരു ദുരന്തം കൂടി ഉണ്ടായത്. അശാസ്ത്രീയമായ നിർമ്മാണ രീതികളും കരാറുകാരുടെയും ദേശീയപാത അതോറിറ്റിയുടെയും സുരക്ഷാ സംവിധാനങ്ങളിലെ അനാസ്ഥയും തകർന്ന സർവീസ് റോഡിലെ യാത്രാ ദുരിതവും ഒക്കെയും ചേർന്നതാണ് അരൂർ തുറവൂർ പാതയെ മരണപ്പാതയാക്കി മാറ്റിയത്.